ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സത്യയുടെ വിഷമം മാറ്റാൻ പപ്പി സത്യ അന്വേഷിച്ച് സത്യയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. എന്നാൽ അവിടെയെങ്ങും സത്യയെ കാണുന്നില്ല. എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അതിനിടയിൽ ശാരദാമ്മ ഒരു സംശയം പറയുന്നുണ്ട്. ശാലിനി തല്ലിയത് കൊണ്ട് എങ്ങോട്ടെങ്കിലും വിഷമം കൊണ്ട് ഇറങ്ങി പോയതാണോ എന്ന്. അച്ഛൻ വരും എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നല്ലോ, ഇനി കാണാത്ത സങ്കടം കൊണ്ടും ഇറങ്ങിപ്പോകാം എന്ന് ശാരദാമ്മ പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട്, എങ്കിലേ സത്യ അമ്പലത്തിൽ കാണുമെന്ന്. കാണാതായപ്പോ എന്തുകൊണ്ടാ വരാത്തതെന്ന് ചോദിക്കാൻ അമ്പലത്തിലേക്ക് പോയതാവും എന്നൊക്കെ പപ്പി പറയുന്നു. ഇത് കേട്ട് ശാലിനിയും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഞങ്ങളത് പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ പപ്പിയും ശാലിനിയും കൂടി പോകുന്നു. പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ശാരദാമ്മ. വളരെ ടെൻഷനോടെ ശാലിനി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ പപ്പിയോട് ചോദിക്കുന്നുണ്ട്, പപ്പി ക്ഷേത്രത്തിൽ പോയതായിരിക്കും അല്ലേ എന്ന്. അതെ, അവിടെ പോവാനേ വഴിയുള്ളൂ എന്ന് പപ്പിയും. എന്നാൽ പപ്പി പറഞ്ഞതുപോലെ തന്നെ സത്യ അമ്പലത്തിലുണ്ടായിരുന്നു. ഭഗവാനോട് പ്രാർത്ഥനയും കണ്ണീരുമായി നിൽക്കുകയായിരുന്നു സത്യ. അച്ഛൻ വരുമെന്ന് പറഞ്ഞ് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാ ചെയ്തു വെച്ചത് എന്നറിയാമോ? എന്നെ ഭഗവാൻ പറ്റിക്കാണ്. എന്നെ എന്തിനാ പറ്റിക്കുന്നത്? ഞാനൊരു പാവമല്ലേ? അച്ഛനെ കാണാനുള്ള കൊതി കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പഠിക്കുന്ന സ്ഥലത്തും അച്ഛനില്ലാത്ത കുട്ടിയെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ കളിയാക്കുകയാണ്. എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ സങ്കടങ്ങളെല്ലാം ഭഗവാനോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് സത്യ. എന്താ എൻ്റെ സങ്കടം കാണാത്തത്? ഞാൻ കരഞ്ഞു പറഞ്ഞതല്ലേ എനിക്ക് എൻ്റെ അച്ഛനെ കാണണമെന്ന്. എൻ്റെ അച്ഛൻ എൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ എന്ത് വഴിപാടാണ് കഴിപ്പിക്കേണ്ടത്? എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഞാൻ ഓം നമഃശിവായ എന്ന മന്ത്രം ചൊല്ലി ഇവിടെ തന്നെ ഇരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് സത്യ അതുപോലെ ചെയ്യുന്നു. ഇതേ സമയം ശാലിനിയും പപ്പിയും ആ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു. സത്യ അവിടെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്നത് ശാലിനി കാണുന്നുണ്ട്. രണ്ടുപേരും അവിടേക്ക് വരുന്നു. മോളെ, എന്താണ് ഈ കാണിച്ചത് എന്ന് ശാലിനി ടെൻഷനോട് ചോദിക്കുമ്പോൾ സത്യ പറയുന്നുണ്ട്, അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, അതിന് ഞാൻ ചോദിക്കാൻ വന്നതാണ് ഭഗവാനോട്. മോളെ, എവിടെയെങ്കിലും പോകണമെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന് ശാലിനി. സത്യ പപ്പിയോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് വന്നതെന്ന്. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായെന്ന് പപ്പി. സത്യയെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയാണ് ശാലിനി. എന്നാൽ വരില്ല, ഞാൻ ഈ മന്ത്രം ജപിച്ചിട്ട് മാത്രമേ വരൂ എന്ന് സത്യ പറയുന്നു. സത്യയെ തൊട്ടു നോക്കിയപ്പോൾ നല്ല പൊള്ളുന്ന ചൂടാണ്. ഇതുകൊണ്ടാണോ നീ ഇവിടെ വന്നിരുന്നത്? വന്നേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് ശാലിനി പറയുന്നു. ഞാൻ വരില്ല, എനിക്ക് എൻ്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് സത്യ. പപ്പിയും പറയുകയാണ്. ഒടുവിൽ ഇപ്പോൾ സത്യ അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട്. ശാലിനിയും പപ്പിയും ആകെ പേടിച്ചു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സത്യയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. ശാലിനിയും പപ്പിയും സത്യയുടെ അരികിലുണ്ട്. ഡോക്ടർ സത്യയെ പരിശോധിക്കുന്നു. മോളാകെ ടയർഡാണല്ലോ, മാനസികമായി വല്ലാണ്ട് വിഷമിച്ചതുപോലെ, പൾസും വീക്കാണ്. മോൾക്ക് ഈയിടെയായിട്ട് ഉറക്കം കിട്ടുന്നില്ലേ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ആദ്യം ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് ബാക്കി ചികിത്സ ചെയ്യാം എന്ന് ഡോക്ടർ പറയുന്നു. ശാലിനി പറയുന്നു, ഇതിപ്പോൾ ആരോടും പറയാതെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോയതാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥനയോടെ നിൽക്കുകയായിരുന്നു. വിളിച്ചിട്ട് വന്നതുമില്ല. തൊട്ടപ്പോഴാണെങ്കിൽ പൊള്ളുന്ന ചൂടും. അങ്ങനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു എന്ന് ശാലിനി പറയുമ്പോൾ ഡോക്ടർ പറയുന്നു, ഹൈ ടെമ്പറേച്ചറാണ്, അത് മരുന്നിലൂടെ മാറാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് സത്യ അച്ഛ എന്ന് പറഞ്ഞ് പിച്ചിമ്പയും പറയുന്നുണ്ട്. മോളുടെ മനസ്സിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ആ വീട്ടിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ പിച്ചിമ്പയും പറയുന്നത് ഉറക്കത്ത് ഇപ്പോഴാണ് ഈ പനിയുടെ ഹാങ് ഓവറിലാണോ അതോ എപ്പോഴും ഉള്ളതാണോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. എപ്പോഴും മോള് ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ശാലിനി പറയുന്നു. കുട്ടിയുടെ അച്ഛൻ എവിടെയാണെന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ശാലിനിയെ പുറത്തേക്ക് വിളിക്കുകയാണ് ഡോക്ടർ. പപ്പി ഇപ്പോൾ സത്യയുടെ അരികിലിരിക്കുന്നു. ഹസ്ബൻഡുമായി നിങ്ങൾ നല്ല ബന്ധത്തിലല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ശാലിനി അല്ല എന്നാണ് മറുപടി പറയുന്നത്. കുട്ടിയെ കാണുകയോ കുട്ടിയുമായി ബന്ധം പുലർത്തുകയോ ചെയ്യുന്നുണ്ടോ എന്ന് ഡോക്ടർ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അത് അദ്ദേഹത്തിന് അറിയില്ല സത്യ മോളാണെന്നുള്ള കാര്യം. നിങ്ങളുടെ ഫാമിലി മാറ്ററൊന്നും ഞാൻ ചോദിച്ചറിയുന്നില്ല. പക്ഷേ അത് എന്ത് തന്നെ ആയാലും ബാധിക്കുന്നത് കുട്ടിയാണ്. അവരുടെ കൊച്ചു മനസ്സിൽ ആഴത്തിൽ അച്ഛൻ എന്ന സങ്കല്പം സ്വാധീനിച്ചിരിക്കുകയാണ്. ഇത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാവുന്ന കാര്യങ്ങളല്ല. ഇത് മുളയിലേ നുള്ളണം. ഇല്ലെങ്കിൽ ഈ കുരുന്നു മനസ്സിന്റെ വേദന അവളുടെ മാനസിക നിലയെ വല്ലാണ്ട് പ്രശ്നമാക്കിയേക്കും. അത് അപകടമാണെന്നൊക്കെ ഡോക്ടർ. എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ സാമീപ്യം കുട്ടിയെ അറിയിക്കണം. നിങ്ങൾ തമ്മിലുള്ള തർക്കമൊന്നും ഇവിടെ പ്രശ്നമല്ല എന്നും ഡോക്ടർ പറയുന്നു. നമ്മുടെ മനസ്സ് നമ്മളിൽ നിന്നും നഷ്ടപ്പെടുന്നതിൻ്റെ ആദ്യ ഉദാഹരണമാണ് പരസ്പരമില്ലാതെ നമ്മൾ സംസാരിക്കുന്നത്. പിന്നീട് അത് തിരുത്താനാവാത്ത രീതിയിൽ പിടികൊടുക്കും. ഇപ്പോൾ കുട്ടിയുടെ ശരീരത്തിനേറ്റ ആ ഒരു അസുഖത്തിന് മാത്രമേ എനിക്ക് ചികിത്സ കൊടുക്കാൻ സാധിക്കൂ. മനസ്സിനേറ്റ അസുഖത്തിന് നിങ്ങൾ തന്നെ പരിഹാരം ഉണ്ടാക്കണമെന്ന് പറയുന്നു. അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കൂട്ടുകാരനെ പോലെ അവളുടെ അച്ഛൻ മാറണം. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ? അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്? അത് നഷ്ടപ്പെടുത്തിയിട്ട് മറ്റെന്ത് നേടിയിട്ട് എന്താ കാര്യം? ഹസ്ബൻഡ് മേഡത്തിൻ്റെ കൂടെയാണോ എന്ന് ചോദിക്കുന്നു.
ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം. കുട്ടിയുടെ സ്റ്റേജ് ഇത്രയും രീതിയിലായതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻവോൾവ്ഡ് ആയത്. ഗൗരവം മനസ്സിലായോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ മനസ്സിലായെന്ന് ശാലിനി. എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കാണാമെന്ന് പറയുന്നു. സൊല്യൂഷൻ കാണുന്നത് കുട്ടിക്ക് അനുകൂലമായ രീതിയിലായിരിക്കണം. അതായത് എല്ലാം മറന്ന് അദ്ദേഹം നിങ്ങളുടെ ഒപ്പം കുട്ടിക്കൊപ്പം ചെലവഴിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും ഒരു റിസൾട്ട് കിട്ടൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്ന സമയം പപ്പി അവിടേക്ക് വന്നു. സത്യയ്ക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പപ്പി പറയുന്നു. ഇതിൽ ഞാൻ എന്ത് പോംവഴിയെ കാണുന്നത് എന്ന് വിചാരിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് ശാലിനി. ശേഷം സത്യയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് ശാലിനിയും പപ്പിയും. ഉറക്കത്തിൽ സത്യ വീണ്ടും അച്ഛനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം സത്യഭാമ പപ്പിയെ അന്വേഷിക്കുകയാണ്. ശ്യാമയും മുറ്റത്ത് നിൽക്കുന്നു. ശ്യാമയുടെ പപ്പി എവിടെയെന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ എല്ലാം അവളെ അന്വേഷിക്കുന്നുണ്ട്, എന്നിട്ട് കണ്ടില്ല. ക്ഷേത്രത്തിന് അടുത്തുള്ള ഒരു വീട്ടിലേക്ക് അവൾ പോകാറുണ്ട്. രോഹിത് അവളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നും ശ്യാമ പറയുന്നു. ആകെ ഒരു കുട്ടിയേ ഉള്ളൂ, അതിനെ പോലും നിങ്ങൾക്ക് നേരെ ചെവിയെ നോക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കഷ്ടമല്ലേ? നിങ്ങൾക്ക് പിന്നെ ഇവിടെ എന്താ പണി എന്ന് ഭാമ ചോദിക്കുന്നു. അല്ല സത്യാമ്മേ, അവൾ അവിടെ കാണും. ക്ഷേത്രത്തിൽ പോകുമ്പോഴും അല്ലാത്തപ്പോഴും അവിടുത്തെ കൊച്ചുമായി സത്യ പപ്പിയെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുള്ളതാണെന്ന് പറയുന്നു. കാണുമെന്നുള്ള വിശ്വാസമല്ലേ ഉള്ളൂ, കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് സത്യഭാമ. അവിടെ പപ്പിമോൾ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇരിക്കുകയും ചെയ്യും. ചിലപ്പോൾ പപ്പിമോൾ അവിടെ കാണത്തുമില്ല എന്നൊക്കെ ഭാമ പറയുന്നു. പുനിയും അകത്തെല്ലാം അന്വേഷിച്ചിട്ട് കാണുന്നില്ല. ഈ സമയം പിള്ളച്ചേട്ടൻ അവിടേക്ക് വന്നു. പപ്പി ഇവിടെ കാണാനില്ല എന്ന് പറയുന്നു. താനും കൂടി ഒന്ന് പോയി അന്വേഷിക്കാനായി പറയുന്നു. ശ്യാമ പറയുന്നു, എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞാൽ പപ്പിമോൾ കേൾക്കില്ലെന്ന് പറഞ്ഞാൽ പോരാ, കേൾപ്പിക്കണമെന്നൊക്കെ സത്യഭാമയും പറയുന്നുണ്ട്. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ രോഹിത്തിനെ വിളിക്ക്, എന്തായാലും പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ എന്നൊക്കെ ഭാമ പറയുന്നു. ആ സമയത്താണ് പപ്പി അവിടേക്ക് വരുന്നത്. ഒന്നും മിണ്ടാതെ പപ്പി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പപ്പിയോട് ഭാമ പറയുന്നുണ്ട്, എടി അവിടെ നിൽക്കി, നീ എവിടേക്ക് പോയത് എത്രയും നേരം? അമ്പലത്തിൽ ദേ ചന്ദനം കണ്ടില്ലേ എന്നൊക്കെ പപ്പി പറയുന്നു. ഇനി മേലാൽ ഒറ്റയ്ക്ക് ഇറങ്ങി പോയേക്കരുത്. അമ്പലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും കൂടെ വരും, അപ്പോൾ നീ പോയാൽ മതി എന്ന് ഭാമ പറയുന്നുണ്ട് പപ്പിയോട്. ശ്യാമയും പപ്പിയെ വഴക്ക് പറയുന്നു. ഇനി അങ്ങനെ പോവില്ല എന്ന് പപ്പി. ഇതേ സമയം രോഹിത് ഭാമയെ വിളിക്കുന്നുണ്ട്. അവൾ വന്നു, അവൾ അമ്പലത്തിൽ പോയിരിക്കുകയാണെന്ന്. ഞാൻ നന്നായി വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി അവളത് ആവർത്തിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, നീ ടെൻഷൻ ആകണ്ട, വീട്ടിലേക്ക് വാ എന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. അകത്തേക്ക് പോയതിനു ശേഷം ശ്യാമ പപ്പിയോട് ചോദിക്കുന്നു, സത്യം പറ, നീ എവിടെ പോയതാ? പറ, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? പറ, എവിടെയായിരുന്നു എന്ന്. പപ്പി പറയുന്നു, സത്യയെ കാണാൻ സത്യയുടെ വീട്ടിൽ പോയതാണെന്ന്. ഇത് ഭാമ കേൾക്കുന്നു. അതെന്തിനാ നീ ഇപ്പോൾ എവിടെ പോയത് എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു, സത്യ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഏതു നേരവും അച്ഛൻ എപ്പോൾ വരും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ചേച്ചിയമ്മ എന്താ പറഞ്ഞത് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു, ചേച്ചിയമ്മ എന്തോ പറയാനാ? എന്നിട്ട് ആരോടും പറയാതെ സത്യ ക്ഷേത്രത്തിൽ പോയിരുന്നു. അവിടെ തളർന്നു വീണു. എന്നിട്ട് ഞാനും ചേച്ചിയമ്മയും കൂടി സത്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് വന്നത്. അതാ താമസിച്ചത് എന്ന് പറയുന്നു. അവിടെ ഭയങ്കരി, അപ്പോൾ നീയും ചെറിയ വിത്തൊന്നും അല്ലല്ലോ. ആ ശാലിനിയുടെയും ശ്യാമയുടെയും തന്ത്രങ്ങൾ മുഴുവനും കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടാതിരിക്കും? ആ ശാരദാമ്മയുടെ കൊച്ചുമോളല്ലേ. ഇതിലും വലിയ തന്ത്രങ്ങൾ കാണിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം എന്നൊക്കെ ഭാമ മനസ്സിൽ വിചാരിക്കുന്നു. എന്നിട്ട് സത്യയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ശ്യാമ ചോദിക്കുന്നു. സത്യ അച്ഛനെ കാണിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സത്യയ്ക്ക് അച്ഛനെ കാണാത്തതിൻ്റെ പേരിൽ സങ്കടമാണെന്ന്. അത് മാറണമെങ്കിൽ അച്ഛൻ വരണമെന്ന് എന്നൊക്കെ പപ്പി പറയുമ്പോൾ ടെൻഷനോടെ ശ്യാമ വിചാരിക്കുന്നു, ഈശ്വര, കുഞ്ഞേച്ചി എല്ലാം സഹിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണല്ലോ. ഈ കടം ഞാൻ എങ്ങനെ വീട്ടാനാ? മോളുവാ എന്ന് പറഞ്ഞ് ശ്യാമ പപ്പിയുമായി അകത്തേക്ക് പോകുന്നു. ഭാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സത്യയുടെ അച്ഛൻ വരട്ടെ, വന്നിരുന്നെങ്കിൽ എൻ്റെ സംശയത്തിന് ഒരു ഉത്തരം കിട്ടിയേനെ. തുടർന്ന് ഇപ്പോൾ ശാലിനി പപ്പിയും സത്യയുമായി വീട്ടിലാണ്, ശാരദാമ്മയുടെ വീട്ടിൽ. അവിടെയും ഉറക്കത്തിനിടയിൽ പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യ. അരികിൽ ശാലിനിയും. വിഷമത്തോടെ ശാരദാമ്മയും ആ കാഴ്ച കാണുന്നു. ഇതിനെന്താ ഒരു പരിഹാരം? ഇതിങ്ങനെ കൂടി വരുംതോറും ഇവളുടെ മനസ്സ് കൈവിട്ട് പോവത്തേ ഉള്ളൂ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നു, ഡോക്ടർ പറഞ്ഞതും ഇതാണമ്മേ. സത്യയുടെ അച്ഛനെ സത്യയെ കാണിക്കണം, അതല്ലാതെ മറ്റൊരു പരിഹാരം ഇല്ല ഇതിൽ. മോളെ, വിഷ്ണുവിനെ കൊണ്ടുവന്ന് കാണിച്ചാലോ? വിഷ്ണുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ, അവൻ കേൾക്കും. നിന്റെ അവസ്ഥയും സത്യമോളുടെ ഇപ്പോഴത്തെ അവസ്ഥയും പരിഹരിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ മാർഗമാണിത്. ഇത് കേട്ട് ശാലിനി പറയുന്നു, സത്യയ്ക്ക് മുന്നിൽ വിഷ്ണുവേട്ടനാണ് അച്ഛനെന്ന് കാണിക്കാൻ പറ്റും, പക്ഷേ ഇതിൽ സത്യമ്മയ്ക്ക് മുന്നിൽ കാണിക്കാൻ സാധിക്കില്ല. സത്യമ്മ ഇത് വിശ്വസിക്കില്ല. എന്നോടുള്ള താല്പര്യം കൊണ്ട് വിഷ്ണുവേട്ടൻ എന്തോ ഏറ്റു പറയുകയാണെന്നേ സത്യമ്മ വിചാരിക്കൂ. അങ്ങനെ ശാലിനി വളരെ ടെൻഷനോടെ നിൽക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.